ഇന്നത്തെ ബംഗ്ലാദേശിലെ ധ്വാക്കി ഗ്രാമത്തിൽ നിന്ന് 1950 മേഘാലയയിലേക്ക് കുടിയേറി പാർത്തതാണ് അസ്കറിന്റെ കുടുംബം. അന്നവൻ തീരെ കുഞ്ഞാണ്. കൈവെള്ളയിൽ തൊടുമ്പോൾ പാൽപ്പല്ല് കാട്ടിച്ചിരിക്കുന്ന പ്രായം. ഈസ്റ്റ് ഗാസി മലയോര ഗോത്ര കർഷകരുടെ കൂടെ തൊഴിലാളിയായി തുടങ്ങിയ അസ്കറിന്റെ ഉപ്പ പതിയെ നടുനിവർത്തി. അന്ന് അയാൾക്കും കുടുംബത്തിനും താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് അബ്ദാനായിരുന്നു. അബ്ദാൻ അവിടുത്തെ തൊഴിലാളികൾക്കെല്ലാം പ്രിയങ്കരനായ മധ്യവയസ്കനാണ്. ബാധ്യതകൾ മൂടി വിശപ്പ് വന്ന് കൊത്താൻ തുടങ്ങിയപ്പോൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഭാര്യയെയും കുഞ്ഞിനെയും വാരിപ്പൊത്തി വന്ന അയാളോട് കൂടെപ്പിറപ്പിനോടെന്ന പോലെ ഒരു അനുകമ്പ അബ്ദാനി തോന്നി. 2 ഭാര്യകളിലായി അബ്ദാനി പിള്ളേര് 13. ഏറ്റവും ഇളയവൾ റാസിയായ്ക്ക് അസ്കറിന്റെ പ്രായവും. വർഷങ്ങൾക്കുള്ളിൽ അവിടങ്ങളിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അസ്കറിന്റെ ഉപ്പ കുരുമുളക് മൊത്ത വിലക്കെടുത്ത് കച്ചവടം ആരംഭിച്ചു. സൊഹ്റയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരനായി മാറാൻ പിന്നീട് അയാൾക്ക് കാലതാമസമുണ്ടായിരുന്നില്ല. ഈ വേളകളിലെല്ലാം 2 കൗമാരക്കാർ പരസ്പരം കൈകോർത്ത് ഗ്രാമത്തിലെ മലഞ്ചെരിവുകളുടെ മഞ്ഞുമൂടിയ ഒറ്റയടി പാതയിൽ പ്രണയം പറത്തുന്നുണ്ടെന്നത് ആരും അറിഞ്ഞില്ല. അസ്കർ എന്നും റാസിയ എന്നും പേരുള്ള 2 വർണ്ണപട്ടങ്ങൾ മുട്ടിയൊരുമ്മി പാറിയപ്പോൾ അവിസ്മരണീയമായത് സ്വർഗപ്രതീതി ഉണർത്തുന്ന ചിറാപുഞ്ചിയായിരുന്നു. കൊടിപോലെ ഉയർത്തുന്ന കുന്നുകളും നിരവധി വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് മനോഹരമായ നനഞ്ഞ കാഴ്ചകൾ ഉൾക്കൊണ്ടതാണ് സൊഹ്റ എന്ന നാടൻ പേരിൽ അറിയപ്പെടുന്ന ചിറാപുഞ്ചി പട്ടണം. ബ്രിട്ടീഷുകാർ ഓറഞ്ചുകളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന അവിടങ്ങളിൽ കനത്തും എല്ലാതെയും ഇടവേളകളില്ലാതെ പെയ്യുന്ന മഴയിൽ അസ്കറിന്റെ ഉപ്പ നന്നേ വിയർത്തു. ജന്മനാട്ടിൽ ആഴ്ത്താൻ പറ്റാതെ വേദനിച്ച ആ കുടുംബത്തിന്റെ വേരുകൾ പ്രകൃതിയുടെ പുണ്യനിയമത്തിൽ പുളകിതമാകുന്ന ചിറാപുഞ്ചിയിൽ ആഴ്ന്നു പടർന്നു. ഏത് ലോകത്തായാലും താങ്ങാൻ ആൾക്കാരില്ലാത്ത മനുഷ്യർക്ക് അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിൽ നിന്ന് മാത്രമല്ലേ ജീവിതത്തിന്റെ ശരീരത്തിൽ സുഗന്ധം നിറയ്ക്കാനാകൂ. അന്ന് ഷില്ലോങ്ങിലെ തന്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് അയാൾ സൊഹ്റയിലേക്ക് തിരിച്ചെത്തിയത് അർദ്ധരാത്രിയിലായിരുന്നു. മഴ പൊടിയുന്ന വഴികളിലൂടെ അയാൾ തന്റെ വീട്ടിലേക്ക് നടന്നു. കാലത്തിറങ്ങുമ്പോൾ ഓർമ്മയിലുണ്ടായിരുന്ന അസ്കറിന്റെ വർഷാവസാന പരീക്ഷയും ഭാര്യയുടെ മുട്ടുവേദനയും അയാൾ ഉച്ചക്കേ മറന്നിരുന്നു. വരുന്ന വഴികളിലെല്ലാം വെളിപ്പെട്ട ജനങ്ങളുടെ ആരവങ്ങളുടെ ചുവട് പിടിച്ചായിരുന്നു അയാളുടെ ചിന്തകൾ മുഴുവൻ. രാജ്യം മുഴുവൻ വിജയ ദിവസം ആഘോഷിക്കുകയും കാവൽ നായകന്മാരെ വിസ്മരിക്കുകയും ചെയ്യുന്നു. താൻ ജനിച്ചു വളർന്ന നാടൊരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഭാഗമായെന്നറിഞ്ഞപ്പോൾ തിരിച്ചു പോയാലോ എന്നായിരുന്നു അയാൾ ആലോചിക്കുന്നുണ്ടായിരുന്നത്. വീട്ടിലെത്തിയ അർദ്ധരാത്രിയിൽ തന്നെ അയാളത് ഭാര്യയോട് പറയുകയും ചെയ്തു. ജനിച്ച നാടിനേക്കാളും വലുതായി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവളും അയാളോടൊപ്പം ചേർന്നു. പിറ്റേന്ന് ഉമ്മയിൽ നിന്ന് വിവരമറിഞ്ഞ അസ്കർ ഒരു കാരണവശത്താലും താൻ കൂടെ വരില്ലെന്ന് പറഞ്ഞ് മുഖം ചുളിച്ചു. അവന്റെ ഉമ്മയത് വളരെയധികം ആകുലതയോടെ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വന്ന അയാളോട് പറഞ്ഞു. അതായത് അസ്കറിന്റെ ഉപ്പയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്റെ സമ്മതം ചോദിച്ചിട്ടാണോ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് തന്റെ താക്കിയാഹ് തലയിൽ നിന്നെടുത്തു മാറ്റി അയാൾ കയ്യും മുഖവും കഴുകി. ഉപ്പ വന്നിട്ടുണ്ടെന്നറിഞ്ഞിട്ടും അസ്കർ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. പരീക്ഷ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂവെന്ന് പറഞ്ഞേക്കെന്ന് അയാൾ പറയുന്നതൊക്കെ മുറിയിലിരുന്ന് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ മുഴുവൻ ഒരു തുണ്ട് കറുപ്പ് തുണിയിൽ പൊതിഞ്ഞു വെച്ച റാസിയയുടെ വെളിച്ചമുള്ള മുഖമായിരുന്നു. നോഹ് കലികായിൽ നിന്ന് തെറിച്ചു വീഴുന്ന ചില്ലുതുള്ളികളെ കാണുമ്പോൾ അതിന്റെ തെളിച്ചമാണ് പെണ്ണേ നിന്റെ മുഖത്തിനെന്ന് അസ്കർ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഉയരം കൂടിയ ആ വെള്ളച്ചാട്ടത്തിന്റെ മുഴുവൻ ആർദ്രതയും അപ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുമായിരുന്നു. തന്റെ തിരിച്ചുപോക്ക് തീർച്ചയായിട്ടും
അവളെ അസ്ഥിരപ്പെടുത്തുമെന്നതുകൊണ്ട് കൂടെ വരില്ല എന്ന തീരുമാനത്തിൽ തന്നെ അസ്കർ ഉറച്ചു നിന്നു. അവന്റെ ഉപ്പ എത്ര ശബ്ദമുയർത്തി പറഞ്ഞിട്ടും അവൻ അനുസരിച്ചില്ല. ഒരിക്കൽ പരിഹസിച്ച നാട്ടുകാരുടെ മുമ്പിൽ വിലസി നടക്കാൻ കൊതിക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ ചിന്ത മാത്രമേ അസ്കറിന്റെ ഉപ്പയ്ക്കുണ്ടായിരുന്നുള്ളൂ. തന്നിഷ്ടം കാണിക്കുന്ന മകനില്ലെങ്കിലും തിരിച്ചു പോകണമെന്ന തീരുമാനത്തിൽ തന്നെ അയാൾ ഉറച്ചു നിന്നു. ആ ഉറപ്പിൽ അസ്കറിനും കൂടെ ചേരേണ്ടി വന്നു. കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ പോകരുതെന്ന് പറയാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് മാത്രം അബ്ദാൻ മിണ്ടാതിരുന്നു. എന്നും പരസ്പരം കാണുന്ന ഓറഞ്ച് തോട്ടത്തിൽ റാസിയ അസ്കറിനായി അന്നും കാത്തു നിന്നിരുന്നു. എന്ത് സംഭവിച്ചാലും 1 വർഷത്തിനുള്ളിൽ താൻ തിരിച്ചു വരുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ നേരത്ത് തന്നെ അവനും എത്തി. അതായത് അസ്കറും എത്തി. അവളുടെ തലയിൽ നിന്ന് കറുത്ത തുണിയെടുത്തു മാറ്റിയിട്ട് അവൻ അവളുടെ മുഖമാകെ അന്ന് ചുംബിച്ചിരുന്നു. വന്നില്ലെങ്കിൽ എന്റെ തെളിച്ചമാണെന്ന് നീ പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് താൻ എടുത്തു ചാടുമെന്ന് പറഞ്ഞ് അവളും കാത്തിരിക്കാൻ തയ്യാറായി. അന്ന് അവർ അടർത്തി മാറ്റി നുകർന്ന ഓറഞ്ച് അല്ലികളിൽ കവിള് കോച്ചുന്ന പുളിപ്പായിരുന്നു. എന്നിട്ടും മധുരമാണ് ഊറുന്നതെന്ന ഭാവത്തിൽ 2 പേരും മതിമറന്ന് പുണർന്നു. അവരെ പൊതിഞ്ഞ് പുക പോലെ മഞ്ഞു പതയുന്നുണ്ടായിരുന്നു. അസ്കറും കുടുംബവും അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചുപോയി. റാസിയ തന്നെ കടന്നുപോകുന്ന ഓരോ നാളുകളെയും ഭദ്രമായി അവളുടെ കാത്തിരിപ്പിലേക്ക് എടുത്തു വെച്ചു. സമ്പാദ്യവുമായി തിരിച്ചെത്തിയ അസ്കറിന്റെ ഉപ്പയിലേക്ക് അവിടുത്തെ ഉറുമ്പു മനുഷ്യരെല്ലാം വരിവരിയായി ഒട്ടിച്ചേർന്ന് വാനോളം വാഴ്ത്തി. കഴിഞ്ഞതെല്ലാം ഒരു കടങ്കഥ പോലെ അയാൾ മറന്നു. പുതിയ ബന്ധങ്ങൾ വന്നു ചേർന്നപ്പോൾ അസ്കറും അയാളെ അനുകരിച്ചു. ആഴത്തിൽ പടർന്ന വേരുകളെ മറ്റൊരിടത്തേക്ക് പറിച്ചു നടാനായി സ്വയം പിഴുതെടുക്കുന്ന ചില മനുഷ്യരുണ്ട്. ആ നേരങ്ങളിൽ വരണ്ടു മലരുന്ന മറ്റു ചെറുവേരുകളുടെ വേദനകൾ ആരും കേൾക്കാറില്ല. കൂടപ്പിറപ്പിനെ പോലെ ആശ്രയവും അടുപ്പവും കാട്ടിയ ഈസ്റ്റ് ഗാസി മലയോര ഗോത്ര കർഷകരുടെ പ്രിയങ്കരനായ അബ്ദാൻ എന്ന വയസ്സന്റെ കാത്തിരിപ്പിന്റെ വിളിയും ആരും കേട്ടില്ല. എന്നിട്ടും വർഷം 1 കഴിഞ്ഞപ്പോൾ നോഹ്കാലികയുടെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ ഒരു പെണ്ണിന്റെ നിലവിളി മാത്രം നിവാസികളെല്ലാവരും വ്യക്തമായി കേട്ടു. നോഹ്കാലിക എന്നാൽ അവിടുത്തെ ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണെന്നത് പ്രത്യേകം ഇനി പറയേണ്ടതില്ലല്ലോ. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. താങ്ക് യു ഓൾ.